ST+ ബ്രിജി കേട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കന്നഡക്കാരുടെ ഒരു പ്രധാന ഭക്ഷണമായ റാഗി മുദ്ദയാണ്. ആകെ വെള്ളവും കുറച്ച് റാഗി പൊടിയും മാത്രം മതി. നമ്മുടെ നാട്ടിലൊക്കെ ചോറും കപ്പയൊക്കെ കഴിക്കുന്നത് പോലെ ഉള്ള ഇവരുടെ പ്രധാന ഭക്ഷണമാണ് റാഗി മുദ്ദ. എന്ന് വെച്ചാൽ റാഗി പുഴുങ്ങി തിന്നുക. അതിനാദ്യം നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കണം. ನೀರೊಳಗೆ ಒಂದು ಸ್ವಲ್ಪ ಹಿಟ್ಟು ಹಾಕಬೇಕು, ಅದು ಕುದಿಯಬೇಕು. അത് തിളയ്ക്കുമ്പോൾ അതിൽ കുറച്ച് പൊടി മേലെ ഇടുന്നതാണ് അവർ പറയുന്നത്. നല്ലപോലെ തിളച്ച് വന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് റാഗി പുഴുങ്ങി തിന്നാന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിചാരിക്കും എങ്ങനെ പുഴുങ്ങി തിന്നതെന്ന്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഇപ്പം നല്ലപോലെ തിളച്ചു. അപ്പം ഇനി അവരെന്താ ചെയ്യണമെന്ന് നോക്കാം. കുറേശ്ശെയായിട്ട് പൊടി അവരിടുന്നു. പണ്ടൊക്കെ ഇത് കല്ലിലല്ലേ തിരിച്ചുണ്ടാക്കുന്നത്. ഇപ്പോൾ അതങ്ങനെ പൊടിയിട്ടു. ಇದು ರೆಡಿ ಇಟ್ಕೊಳ್ಳಿ. ಇಲ್ಲಾಂದ್ರೆ ಬಟ್ಟೆ ಬೇಕಾ? ಹಿಂಗೆ ಉಪ್ಪು ಬರಬೇಕು. ಲೈಟ್ ಹಾಕ್ಬೇಕಾ? ನಿಮಗೆ ಕಾಣಿಸ್ಬೇಕು. ഇതുപോലെ നല്ലപോലെ തിളയ്ക്കണം. ഉപ്പ് ಬೇಕು. പിന്നെ അതിങ്ങനെ പതുക്കെ അവർ ഇളക്കും. കട്ട കെട്ടാതെ ഇങ്ങനെ ഇളക്കിയെടുക്കണത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഉപ്പിട്ടാ ഇതല്ല അടിയിൽ പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു അല്പം പോലും എണ്ണയില്ലാതെയാണല്ലോ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചോറ് കഴിക്കുന്ന പോലെ ചോറിൻ്റേതായ മാത്രം ടേസ്റ്റ് ഇല്ലല്ലോ. ചോറിൻ്റെ കൂടെ കറികളൊക്കെ കൂട്ടുമ്പോൾ അതുപോലെ തന്നെ ഇതും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവർ ചെയ്യും. അതിന് കറികൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടേനാ? ഓ ഈസി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇതുവരിങ്ങനെ ഉരുട്ടി ഇങ്ങനെ എടുക്കും. അല്പം പോലെ എണ്ണയില്ല. അങ്ങനെ തിളപ്പിച്ചെടുത്തത് അത് അവരിങ്ങനെ നല്ലപോലെ ഇളക്കിയിട്ട് കട്ട കെട്ടാതെ ഇങ്ങനെ എടുക്കും. ನೀವು ಕನ್ನಡದಲ್ಲೇ ಹೇಳಿ. ಹಿಂಗೆ ನೀವು ಹೇಳಿ. അതങ്ങനെ എടുത്തിട്ട് ഒരു ഇതിലേക്കിടും. ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കണ്ടോ, നല്ല ഹലുവ പോലെ വരുന്നത് കണ്ടില്ലേ? അവരുടെയൊക്കെ പ്രാക്ടീസ് കണ്ടോ? ഇനി ഇതിൻ്റെ കൂടെ നല്ല കറിയും കൂട്ടി കഴിക്കാം. ಇಷ್ಟಲ್ವಾ? ಎಷ್ಟು ಬೇಕಾಗಿದೆ? ಆಯಿತು. ಲಕ್ಷ್ಮಿಗೆ ಥ್ಯಾಂಕ್ಸ್ ಹೇಳ್ತೀನಿ. ആയിട്ട് ഇതിനെയാണ് റാഗി പുഴുങ്ങി തിന്നുക എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് റാഗി പുഴുങ്ങുന്നതെന്ന് എപ്പോഴും ഞാനും വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അരി ഭക്ഷണത്തേക്കാൾ റാഗി മില്ലറ്റൊക്കെയാണ് നല്ലതെന്ന് പറയുന്നതുകൊണ്ട് ഇങ്ങനെ റാഗിയുണ്ട്. നമ്മൾ ഇത് നല്ല ഹലുവ പോലെ ഇരിക്കും. അവരെന്നിട്ട് ഇങ്ങനെ ഒരു പീസ് അവർ കൈ കൊണ്ട് പൊട്ടിച്ചിട്ടും ഇങ്ങനെ അതെടുത്ത് വേറെ കറികളുടെ ഒപ്പം കഴിക്കുക. ഏത് കറിയായാലും ചിക്കൻ കറിയോ മട്ടൻ കറിയോ അല്ലെങ്കിൽ ഇവരുടെ അവരെക്കാളും സാറും എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്കും ചോറുണ്ണുമ്പോൾ ചോറിൻ്റേതായ മാത്രം ഒരു ടേസ്റ്റ് ഇല്ലല്ലോ. അതിൻ്റെ കൂടെ കറികളും ഒക്കെ കൂട്ടിയിട്ടല്ലേ. പക്ഷേ ചോറ് തനിയെ ഉണ്ണുന്നവരുമുണ്ട്. അതേപോലെ തന്നെ ഈ റാഗി ഒന്നുമില്ലെങ്കിലും ഇത് തനിയെ കഴിക്കുന്നവരുമുണ്ട്.